الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിലേക്ക് മഗ്‌രിബോടുകൂടെ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇഅ്തികാഫിനെ നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ റമളാനിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ചതുപോലെ സ്വർഗത്തിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് റമളാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഈ റമളാനെങ്കിലും വേണ്ട വിധം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. റമളാന്റെ എല്ലാ ഹൈറുകളും ലഭിച്ച, റമളാനിൽ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട, സ്വർഗം പകരമായി കിട്ടുന്ന റമളാനായി നമ്മുടെ റമളാനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ആരംഭ ദിവസമായതുകൊണ്ട്, തുടക്ക ദിവസമായതുകൊണ്ട് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിന് സാക്ഷികളാകാൻ നമുക്ക് അവസരം തന്നു എന്നത് തന്നെ വലിയ തൗഫീഖാണ്. ആദ്യ രാത്രി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പുതിയ അനുഭവമാണ്. കല്യാണമാണെങ്കിലും ഏത് സംരംഭമാണെങ്കിലും ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ അത് വേറിട്ട ഒന്ന് തന്നെയാണ്. വലിയ അനുഭവങ്ങളും അനുഭൂതികളും ആസ്വാദനങ്ങളും ഉണ്ടാകുന്ന സ്വീറ്റ് മൊമെന്റ്സ് ആണ് ഏത് ആദ്യ രാത്രി. ഇന്ന് ആദ്യ രാത്രിയാണ്. ഇതാക്കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ. റമളാന്റെ ആദ്യ രാത്രിയായാൽ അല്ലാഹു തആല അവന്റെ അടിമകളിലേക്ക് നളറ അല്ലാഹു ഇലാ ഇബാദിഹി നളറത്തുർ റഹ്മ, ഒരു കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു തആല നോക്കും എന്നുള്ളതാണ്. ആ നോട്ടത്തിന് നമ്മൾ അർഹരായാൽ, ആ കാരുണ്യത്തിന്റെ നോട്ടം നമുക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് ആഖിറ രക്ഷപ്പെടും. അങ്ങനെ ആ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം കിട്ടിയ ഭാഗ്യവാന്മാരിൽ പാപികളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആദ്യ രാത്രിയാകുമ്പോൾ പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. സ്വർഗത്തിലെ ഹൂർഈനുകളോട് ഒന്ന് അണിഞ്ഞൊരുങ്ങി തയ്യാറാകാൻ പറയുകയും സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹദീത്തിൽ കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാൻ പറ്റും. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു കടുവ ഇറങ്ങി അല്ലെങ്കിൽ പുലി ഇറങ്ങി എന്നറിഞ്ഞാൽ ആ നാടിൽ മൊത്തം ഭീതിയായിരിക്കും. ആരും പുറത്തിറങ്ങൂല. പിന്നെ പോലീസ് വരും, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരും, അവർ കൂടുമായിട്ട് വരും. ആ പുലിയെയോ കടുവയോ പിടിക്കാനുള്ള കെണികളുമായിട്ട് വരും. എല്ലാവർക്കും ബേജാറും ചാനലുകളും ഒക്കെ വാർത്തയായിരിക്കും. ഇന്ന സ്ഥലത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട്, പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു. അതിനെ കൂട്ടിലാക്കി അതിനെ പിടിച്ചു എന്നറിയുമ്പോഴാണ് ശ്വാസം വീഴുക. അപ്പൊ എല്ലാവർക്കും സമാധാനമായി, പേടിച്ചാതെ കുട്ടികൾക്ക് സ്കൂൾക്കും മദ്രസക്കൊക്കെ പോകാം. ആകെ ഭീതി പരത്തുന്ന, എല്ലാവർക്കും ആശങ്കാജനകമായ, ആളുകൾക്ക് ബേജാറാകുന്ന ഒരു ശത്രു, അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കുന്ന ഒരു പുലിയോ ആനയോ കടുവയോ ഏതെങ്കിലും ഒന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ ബേജാറാണ്. അധികൃതർ അതിനെ പിടിച്ചു കൂട്ടിലാക്കി, അതിനെ ബന്ധനത്തിലാക്കി എന്നറിയുമ്പോഴാ സമാധാനം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അലം അഹദു ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. നിങ്ങളെ ഏറ്റവും വലിയ ശത്രു ശൈത്വാനാണ്, ഇബ്ലീസാണ്. ഓനെ പിടിച്ച് കൂട്ടിലാക്കിയിട്ടോ എന്ന പ്രഖ്യാപനം റമളാന്റെ ആദ്യ രാത്രിയാണ്. റമളാൻ കടന്നു വന്നാൽ സുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളൊക്കെ ബന്ദിയാക്കപ്പെടും, ശൈത്താനുകളൊക്കെ കൂട്ടിലാക്കപ്പെടും. സ്വഹീഹായ ഹദീസാണ്. നിങ്ങൾ ശത്രുവിനെ പിടിച്ച് കൂട്ടിലാക്കിയിട്ടുണ്ടോ എന്ന് പറയും. പിന്നെ നമുക്ക് പേടിക്കാനുള്ളത് നമ്മുടെ നഫ്സിനാണ് പേടിക്കാനുള്ളത്. നഫ്സും ശൈത്താൻ, ഏറ്റവും വലിയ ശത്രുവായ ശൈത്താനെ കൂട്ടിലിട്ടു. റമളാൻ ഒന്നാമത്തെ രാത്രിയായ എല്ലാ പിശാചിനെയും ബന്ദിയാക്കപ്പെടുമെന്നാണ്. ഇനി നമ്മൾ പ്രത്യേകം യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ നഫ്സിനോടാണ്. ഏറ്റവും വലിയ ശത്രു നഫ്സാണ്. ഇന്ന നഫ്സ അമ്മാറത്തും ബിസ്സൂ. ഖുർആൻ പറയാ, നഫ്സാണ് മനുഷ്യനോട് എല്ലാ ചീത്തയും കൽപ്പിക്കുന്നത്.
ഇന്നിപ്പോ നല്ല ക്ഷീണാണ്, നോമ്പറന്ന് നല്ല പള്ളർച്ച് തിന്ന് വയറ് നിറഞ്ഞ് ഏമ്പൊക്കെ ഇന്നിപ്പോ തറാവി ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഇന്ന് ജമാഅത്തിന് പോകണ്ട. നഫ്സ് നമ്മളോട് പറയും സുബൈക്ക് ജമാഅത്തിന് പോകണ്ട, അല്ലെങ്കിൽ തറാവി 20 നിസ്കരിക്കണ്ട, കുറച്ച് നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്നിപ്പോ ഖുർആനൊന്നും ഓതണ്ട. ഇങ്ങനെയൊക്കെ നമ്മുടെ നഫ്സ് നമ്മളോട് പറയും. ഈ നഫ്സിനോടാണ് നമ്മൾ പടപൊരുതേണ്ടത്. ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞാല് ശത്രുക്കളോടെ യുദ്ധം ബദർ ഉഹുദൊന്നും അല്ല. ഒരു യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സ്വഹാബത്തും മടങ്ങി വരുമ്പോൾ സ്വഹാബത്തിനോട് ഇരുത്തി നബിതങ്ങൾ, എന്നിട്ട് പറഞ്ഞു, സ്വഹാബത്തെ റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി, നമ്മളിപ്പോ കഴിഞ്ഞ യുദ്ധം ചെറിയ യുദ്ധാണ്, അതൊന്നും അല്ലാതെ യുദ്ധം ഇനി വരാൻ പോണതാണ്. ഇപ്പൊ കഴിഞ്ഞ യുദ്ധം ചെറിയ യുദ്ധം. ഏത് ചെറിയ യുദ്ധം? ശത്രുക്കളോട് വാളുകൊണ്ട് പടപൊരുതി തലയും പെരടിയും കഷ്ണമാക്കപ്പെട്ട് തല ഛേദിക്കപ്പെട്ട് ചോര ചിന്തി മരിച്ചു വീഴുന്ന യുദ്ധം ചെറിയ യുദ്ധമാണ്. നബിതങ്ങൾ അത് ചെറിയ യുദ്ധമാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഇനി ഏറ്റവും വലിയ യുദ്ധം ഇനി ഏതാണ്? അപ്പൊ പറഞ്ഞു, നഫ്സിനോടുള്ള യുദ്ധമാണ്. ശത്രുക്കളുടെ യുദ്ധം നഫ്സിനോടുള്ള യുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിച്ചിരിക്കാൻ എത്രയോ ഇതിൽ എത്ര വയസ്സായ ആൾക്കാരാണ്? 50, 60, 80 ഒക്കെ ആയ ആൾക്കാരുണ്ടല്ലോ. 40, 30, 25 ഒക്കെ ആയ ആൾക്കാരുണ്ട്. എത്ര റമദാൻ നമുക്ക് കഴിഞ്ഞു പോയി? നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ നമ്മൾ ഖത്തം തീർത്തിട്ടുണ്ടോ? റമദാൻ അഡ്രസ് ഖുർആനാണ്. റമദാനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നാ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, മഹത്തായ ഖദ്റിന്റെ രാത്രി റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടു. ഖുർആൻ അഡ്രസ് എന്ന റമദാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ റമദാൻ ഖുർആന്റെ ഒരു ബന്ധം ഉണ്ടാക്കണം. നമ്മുടെ റൂട്ട് മാപ്പാണ് റമദാൻ. ഇപ്പം എല്ലാവരും യാത്ര ചെയ്യണമെങ്കിൽ മൊബൈല് മാപ്പ് ഓണാ, ഗൂഗിൾ മാപ്പ് ആണ് എല്ലാവർക്കും. നാവിഗേഷൻ ഓണാക്കാണ്, ഗൂഗിൾ മാപ്പ് ഓണാക്കാണ്. ഗൂഗിൾ മാപ്പ് കണ്ട് ഓണാക്കി കഴിഞ്ഞാൽ എവിടുക്കും എത്താം, ലൊക്കേഷൻ ഓണാക്കി എവിടുക്കും എത്താം. നമ്മുടെ ഇന്നത്തെ വഴികാട്ടി ലൊക്കേഷൻ ഗൂഗിൾ മാപ്പാണ്. അതന്നെ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്കുള്ള റൂട്ട് മാപ്പാണ്, ഗൂഗിൾ മാപ്പാണ് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ഏത് യാത്ര പോകുകയാണെങ്കിലും നമ്മൾ നേരെ ഓണാക്കും ഗൂഗിൾ മാപ്പ്. നമ്മുടെ ഗൂഗിൾ മാപ്പ് പരിശുദ്ധ ഖുർആനാണ്. ഏത് വിഷമം പ്രയാസവും പ്രതിസന്ധി കേട്ടാലും പരിശുദ്ധ ഖുർആൻ വായിച്ചു വെക്കുക. ഖുർആൻ പഠിക്കണം. നമ്മൾ ഖുർആൻ പഠിക്കുന്നില്ല, ഓതൽ മാത്രമാക്കാണ്. ഏതായാലും ഓതുക വലിയ പുണ്യമുള്ള കാര്യമാണ്. റമദാനിൽ ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടാകും. ഖുർആൻ പഠിക്കുക, ചെറിയ സൂറത്തുകൾക്ക് അർത്ഥം പഠിക്കുക, ഖുർആനെ ഓതി ധാരാളം നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഖത്മുകൾ തീർക്കുക. റമദാൻ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് ഇങ്ങനത്തെ റമദാൻ ഉണ്ടോ ആർക്കും പറയാൻ പറ്റൂല. ഒരുപാട് അലസത കാരണം പല റമദാനും നമ്മൾ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സമയം വെറുതെ കളയരുത്. നമ്മൾ വെറുതെ കളയരുത്. ഓരോ സമയവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് പ്രസംഗിച്ചത് കേട്ടില്ലേ? ഫാത്തിമ ബീവി ഭക്ഷണം ഉണ്ടാക്കാൻ പോകുമ്പോൾ അലിയാർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുക, മോളെ ഇനി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മയ്യക്ക് ചവച്ചരക്കുന്ന ഭക്ഷണം ഇന്ന് വേണ്ട, ഇന്ന് നമുക്ക് വലിച്ചു കുടിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തിയും ചോറും കറിയും പത്തിരൊന്നും വേണ്ട മോളെ, ഇന്ന് രാത്രി നമുക്ക് കഞ്ഞുണ്ടാക്കാൻ. എന്തിനാണ് പറഞ്ഞത്? മയ്യക്ക് ഇന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം ചപ്പാത്തിയും ചവച്ചരക്കണതാവരുത്, ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കോ മോളെ ഫാത്തിമ. എന്ത് വെച്ച് അപ്പൊ അരിയാർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കാണ്, ചവച്ചരക്കുന്ന ഭക്ഷണവും വലിച്ചു കുടിക്കുന്ന ഭക്ഷണവും തമ്മിൽ 50 തസ്ബീഹിന്റെ വ്യത്യാസമുണ്ട്. എന്താണ് പറഞ്ഞത്? ചവച്ചരക്കുന്ന ഭക്ഷണവും വലിച്ചു കുടിക്കുന്ന ഭക്ഷണവും തമ്മിൽ 50 തസ്ബീഹിന്റെ വ്യത്യാസമുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് ചപ്പാത്തി തിന്നാണെങ്കിൽ അത് ആ ഫുഡിങ്ങിന്റെ ടൈമും വെള്ളം വലിച്ചു കുടിക്കുന്നതുമായിട്ട് 50 തസ്ബീഹ് സമയം നമുക്ക് ലാഭം കിട്ടും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ടൈം ഷെഡ്യൂൾ, അവരുടെ പങ്ക്ച്വാലിറ്റി. ഇങ്ങനെയാണ് അവർ ടൈം ടേബിൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുബൈന്റെ മുമ്പ് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു ജുസെങ്കിലും ഓതുക. ഇൻഷാ അല്ലാഹ് റമദാൻ 30 ദിവസം നമുക്ക് സുബൈന്റെ ഇവിടെ ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ റമദാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സൂചിപ്പിക്കാൻ സുബൈ നിസ്കാരം ടൈം വൈകിട്ടാണല്ലോ ബാങ്ക്. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ തറാബീന്റെ ഇഷാന്റെ ഇടയിൽ 10 മിനിറ്റ് ആണെങ്കിൽ ഹദീസ് ക്ലാസ് 10 തറാബീന്റെ ഇഷാന്റെ ഇടയിൽ അങ്ങനെ ആക്കാം. ഏതാവട്ടെ, റമദാൻ എന്തെങ്കിലും ഇൽമ കേൾക്കണം. അത് നമ്മളെ ഖൽബ് തുറക്കേണ്ടതാണ്. ജമാഅത്തിന് നേരത്തെ വരിക, പള്ളിയൊക്കെ ഒന്നാമത്തേത് തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും. ഇത് ഒന്നാമത്തെ രാത്രിയാണ്. ഇന്നിപ്പോ നിങ്ങൾ ജമാഅത്തിന് എല്ലാവർക്കും ഉണ്ട്. ആദ്യത്തെ തറാബീഹ് പങ്കെടുത്താൽ എല്ലാ തറാബീഹ് നമുക്ക് പങ്കെടുക്കാൻ പറ്റണം. ആദ്യത്തെ ജമാഅത്ത് ഇപ്പൊ മഗ്‌രിബ് കഴിഞ്ഞു ഇശ, ഇത് നമ്മൾ കൃത്യനിഷ്ഠത പാലിച്ചാൽ ഇൻഷാ അല്ലാഹ് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഇതാണ് യാഥാർത്ഥ്യം. മറ്റുള്ള എല്ലാ പൊലിപ്പുകളും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ആഖിറത്തിലേക്ക് ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരു ഓഫർ നൽകി അള്ളാഹു നമ്മെ ആദരിച്ചിരിക്കുകയാണ് ഈ മാസം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, റമദാൻ ആകുമ്പോൾ
അള്ളാഹുവിനെ മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അക്ബിൽ അക്ബിൽ അക്ബിൽ. നാളെ 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 ലോട്ടറി വിളിച്ചു തരണ മാതിരി വിളിച്ചു പറയുന്ന, വരൂ വരൂ വരൂ, അക്ബിൽ അക്ബിൽ അക്ബിൽ, വരൂ വരൂ എന്ന് വിളിച്ചു പറയുന്ന, വരൂ വരൂ എന്ന് വിളിച്ചു പറയും. അങ്ങനെയൊക്കെ നമ്മളെ മലക്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സമയം വെറുതെ കളയരുത്. എല്ലാ ദിവസവും തറാവിന് പങ്കെടുക്കുക, ജമാഅത്തിന് പങ്കെടുക്കുക, സുബൈന്റെ ജമാഅത്ത് കൃത്യമായിട്ട് പങ്കെടുക്കുക, ഇൽമുകൾ കേൾക്കാൻ വരിക, ഇഅ്തികാഫും ഖുർആനുമായിട്ട് വലിയ ബന്ധം നമുക്ക് ഉണ്ടാക്കുക. ഭക്ഷണം ഫുഡ് കൺട്രോൾ ചെയ്യുക. റമദാൻ തീറ്റയുടെ മാസമാക്കി മാറ്റാതിരിക്കുക. ഒരു പ്രത്യേക ഒരു മന്തിഭാവം, പേരെന്നെ മന്തിന്നാ, ഒരു മന്ദപ്പുണ്ടാണ്, മന്തിഭാവമായി മനുഷ്യൻ മാറുന്നു. ആകെ ഒരു മന്ദപ്പായിരിക്കും. ഞാൻ തമാശ പറഞ്ഞാട്ടോ, മന്തിനെ പറ്റി മാത്രം പറഞ്ഞാൽ പൊതുവെ ഭക്ഷണം ഫുള്ളായിട്ട് കഴിച്ചാൽ ഈ ഭാഗത്തിലൊക്കെ അറസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ റമദാന് ഓവറായി ഭക്ഷണത്തിന്റെ സമയമാക്കാതിരിക്കുക. ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യുക, അത് ഇബാദത്താണ്. ഏത് കൺട്രോൾ ചെയ്യൽ പോലും ഇബാദത്താണ്. കുലു വസ്റബു വലാ തുസ്രിഫു, ഖുർആൻ പറഞ്ഞ തിന്നോളി കുടിച്ചോളി, വലാ തുസ്രിഫു, നിങ്ങൾ ഓവർ ആക്കരുത് കേട്ടോ, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അതുപോലെ റമദാന്റെ ആദ്യ രാത്രിയാണ്. നമ്മൾ ഹൃദയത്തെ ശുദ്ധിയാക്കുക. കുശുമ്പ്, വൈരാഗ്യങ്ങള്, വിദ്വേഷങ്ങള് എല്ലാവരെയും നമ്മൾ മുസ്ലിമായിട്ട് കാണുക. നമ്മളെല്ലാവരും ഖബറിൽ കൊണ്ടുപോയേക്കുമ്പോൾ മുൻകർ നക്കീർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മൻ ഇഖ്വാനുക, എൻ്റെ സഹോദരങ്ങളൊക്കെ ആരാ? പടച്ചോനെ, എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ മുസ്ലിമീങ്ങളുടെ സഹോദരങ്ങളാണ്. ഖബറിന്ന് മാത്രം നമ്മൾ കിട്ടൂല. ഇവിടുന്ന് എല്ലാവരും മുഅ്മിനീങ്ങളായിട്ട് കാണാൻ പഠിക്കണം. പരസ്പരം ഭിന്നിക്കേണ്ടതിനേക്കാൾ 1000 കാരണങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിക്കാനുണ്ട് എന്ന് കേട്ടില്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. ഖബറിൽ മുൻകർ നക്കീർ നിന്റെ സഹോദരങ്ങൾ ആരാ ചോദിക്കുമ്പോൾ എന്റെ നാട്ടിന്റെ ഗ്രൂപ്പുകാരാണ്, എന്റെ സംഘടനക്കാരെന്നല്ല പറയണത്, എല്ലാ മുസ്ലിമീങ്ങളുടെ സഹോദരങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കാണാൻ പറ്റുക. ഒരാൾ വെറുപ്പോടെ കാണാതിരിക്കുക, എല്ലാ മുസ്ലിമീങ്ങളാണ്. മനുഷ്യനോട് പോലും സ്നേഹത്തോട് പെരുമാറി, ഏത് ജാതി ആവട്ടെ, എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കുക. അതുകൊണ്ട് വെറുപ്പുള്ള ആളുകാരോട് പൊരുത്തപ്പെടിക്കുക, മനസ്സിനോട് പൊരുത്തപ്പെട്ടു കൊടുക്കുക. ഒരു 1000 ഉറുപ്പിക ഞാൻ കൊടുക്കണേക്കാളേറെ എന്നെ ഉപദ്രവിച്ചാക്കി ഞാൻ മാപ്പ് കൊടുത്താൽ 1000 കൊടുത്ത സ്വതക്കനേക്കാളും വലിയ കൂരിട്ടുന്ന. ഇതാണ് എറിലിന്റെ സ്വതക്കാരന്. ഇതാർക്കും അറിയില്ല. എല്ലാവർക്കും പൈസ കൊടുക്കുന്ന സ്വതക്കേ അറിയുള്ളൂ. നമ്മളെ മോശമാക്കി പിച്ച് ചീന്തിയ നമ്മളെ വെറുപ്പ വിദ്വേഷമുള്ള ആൾക്ക് നമ്മൾ മാപ്പാക്കി കൊടുക്കുക. അത് ചിലപ്പോൾ 16 ഉറുപ്പിക കൊടുക്കുന്ന സ്വതക്കനേക്കാളും വലിയ കൂലിട്ടും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നമ്മൾ ഈ റമദാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിണങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്, ഭാര്യ ഭർത്താക്കന്മാർ, അമ്മോശൻ അമ്മായിമ്മ, അയൽവാസികൾ, ആ പിണക്കങ്ങളൊക്കെ തീർക്കുക. എല്ലാ പിണക്കങ്ങളും തീർക്കുക. കാരണം നമ്മൾ ഏറ്റവും നിസ്സാരനാണെന്ന ചിന്ത എപ്പോഴും നമുക്കുണ്ടാവുക. ഒരിക്കൽ ഇൻസാൻ ദഈഫ, വളരെ നിസ്സാരനാണ് നമ്മൾ. ഒരു ചെറിയ സ്ട്രോക്ക് വന്നാൽ മതി, ഒരു അറ്റാക്ക് വന്നാൽ മതി, ഒരാളെ സഹായം ഇല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഈ റമദാൻ നല്ലൊരു തുടക്കമാവട്ടെ. ഈ റമദാൻ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പൊ തറാവീഹ് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. തറാവീഹ്സ്കാരം പെണ്ണുങ്ങൾക്ക് നമ്മുടെ ശ്രീമാന മദ്രസയിൽ സ്ത്രീകൾക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സും ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച മുതൽക്ക് ആരംഭിക്കാൻ പോവാണ്. രാവിലെ എല്ലാ ദിവസവും രാത്രി സ്ത്രീകൾക്കും തറാവി നിസ്കാരം ജമാഅത്തൊക്കെ പുണ്യം തന്നെയാണ്. ആണുങ്ങൾ അത്ര അല്ലെങ്കിൽ അവർക്കും പുണ്യം തന്നെയാണ്. അവർക്ക് ഇതിന് സൗകര്യപ്പെടുത്തി കൊടുക്കണം. അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണം. ഫുൾ ടൈം ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നവരെ നമ്മളെ സഹോദരിമാർ പാവല്ലേ, നമുക്ക് അവരുടെ സ്നേഹം വേണ്ടേ? അപ്പൊ അവരെ കൂടി നന്മയിലേക്ക് എത്തിക്കേണ്ട നമ്മളെ കുട്ടികളോട് സ്നേഹം വേണം. നമ്മൾ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ വിളിച്ചു തരാണ്, കുട്ടിക്ക് സുഖമില്ല കേട്ടോ, നമ്മൾ വേഗം കടടച്ചു പോരും. കുട്ടി ഐസിയുലാന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവും. എന്നാൽ അല്പസമയത്തുള്ള സുഖത്തിൽ വേണ്ടി നമ്മൾ എല്ലാം ഒഴിവാക്കി ബേജാറാവുമെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന മക്കള്, ഭാര്യമാര്, അവരെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണമല്ലോ. കുവംഫസുക്കും വഹലിക്കും നാറ. അതുകൊണ്ട് അവരെ കൂടി നമ്മൾ ജമാഅത്തിലേക്ക് അടുപ്പിക്കുക. സൗകര്യമുള്ള സ്ഥലത്തൊക്കെ അവർ നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് അവരെയും കൂടി കൊണ്ടുവരിക, കുട്ടികളെയും കൂടി കൊണ്ടുവരിക. പലപ്പോഴും കുട്ടികൾ റമദാനിലൊക്കെ ഇങ്ങനെ നേരത്തെ വന്നാൽ പള്ളിന്റെ ബാക്കിലും മുകളിലൊക്കെ കളിക്കലാണ് പതിവ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ, അവർക്ക് അതിനെപ്പറ്റി അറിവില്ലല്ലോ. അവരൊന്നിങ്ങനെ കളിച്ചു നടക്കുന്നുണ്ടാവും. ഉമ്മാര് പള്ളിക്ക് വിട്ടതാണ്, പള്ളിക്ക് അവർ എത്തിയാലും പള്ളിയെ കളിച്ചായിരിക്കും, മുകളിലായിരിക്കും, ബാക്കിലായിരിക്കും, പുറത്തായിരിക്കും, അങ്ങടിയിലായിരിക്കും. പ്രത്യേകിച്ച് പല പാനീയങ്ങളും വെള്ളങ്ങളും പ്രത്യേകിച്ച് ഒരു ഡ്രിങ്കിന്റെ ഒക്കെ ഒരു പ്രത്യേക രസമായിട്ട് വരുന്ന സമയമാണ്. ഇബ്ലീസ് വല്ലാതെ വഴി പേപ്പിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ജമാഅത്തിന് കുട്ടികളെ അടുപ്പിക്കുകയും കുട്ടികളെ കൊണ്ടുവരും ചെയ്യുക. സ്ത്രീകൾക്കും ജമാഅത്തിനെ സൗകര്യപ്പെടുത്തി കൊടുക്കുക. തറാവീഹ് നിസ്കാരം 20 റക്അത്ത്. ഓരോ റക്അത്തിലും ഓരോ തുടങ്ങുമ്പോൾ നിയ്യത്ത് വെക്കണം. ഒന്നായിട്ട് വെക്കാൻ പറ്റൂല. സലാം വീട്ട ഓരോ 2 റക്അത്ത് നിയ്യത്ത് വെക്കണം. തറാവീഹ് 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് നിസ്കരിക്കുന്നു. ഓരോ തക്ബീർ കെട്ടുമ്പോൾ എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം. തുടങ്ങുമ്പോൾ ഒന്നായിട്ട് വെച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. തറാവീഹ് നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാനുള്ള പ്രയാസമുള്ള ആൾക്കാർക്ക് ഇരുന്ന് നിസ്കരിക്കാം. ഫർദ് നിസ്കാരമാണെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കണം, നിർബന്ധമാണ്. നിൽക്കാൻ കഴിയുന്ന ആൾക്കാർ നിൽക്കണം. തറാവീഹ് സുന്നത്താണ്. നിൽക്കാൻ കഴിയുമെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. അപ്പൊ തറാവീഹിന്റെ നിസ്കാരം എല്ലാവരും പതിവാക്കണം. 2 റക്അത്ത് നിസ്കരിച്ചാലും തറാവീഹിന്റെ പുണ്യം കിട്ടുമെങ്കിൽ 20 പരിപൂർണത. അതുകൊണ്ട് മാക്സിമം സ്ത്രീകൾ ഇതിൽ പങ്കെടുപ്പിക്കുക, തറാവീഹിനെ പങ്കെടുക്കുക. അത് കഴിഞ്ഞിട്ട് വിത്ർ നിസ്കാരം ഉണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ നാളെ റമദാൻ തുടങ്ങുകയാണ്. പറ്റുന്ന ആളുകൾക്ക് ചെറിയൊരു അസുഖം പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും നോമ്പ് ഒഴിവാക്കരുത്. ഒരിക്കലും മരുന്ന് നിർത്താൻ പറ്റൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് നോമ്പ് ഒഴിവാക്കാം. മുദ്ദൊന്നും കൊടുക്കണ്ട, പിന്നെ ഖളാ വീട്ടിയാൽ മതി.
പക്ഷെ ഇതിന് കളാ വീട്ടാൻ പറ്റാത്ത വിധം അവർക്ക് മരണം വരെ മരുന്ന് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ രോഗികളാണ് മുദ്ദ് കൊടുക്കേണ്ടത്. അല്ലാതെ സാധാ രോഗികളൊന്നും നോമ്പ് ഒഴിവാക്കി വെച്ചിട്ട് മുദ്ദ് കൊടുക്കണ്ട, പിന്നെ കളാ വീട്ടിയാൽ മതി. പക്ഷെ കളാ വീട്ടാൻ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം, അല്ലെങ്കിൽ എന്നും മെഡിസിൻ കഴിക്കണം, അങ്ങനത്തെ ആൾക്കാർ നോമ്പ് ഒഴിവാക്കാൻ മുദ്ദ് കൊടുത്താൽ മതി. മുദ്ദ് ഇപ്പം നേരത്തെ മുൻകൂട്ടി കൊടുക്കാൻ പറ്റൂല. റമദാൻ 30 കഴിഞ്ഞിട്ട് ഒന്നായിട്ട് 30 നോമ്പിന്റെ മുദ്ദ കൊടുത്താൽ മതി. ഒരു നോമ്പിന് 750 ഗ്രാം, അത് ഏകദേശം 3/4 കിലോ വരും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് ഓരോ മസാല പറയാം. ഓരോർക്ക് സംശയം ഉണ്ടാവും, ആവി പിടിച്ചാൽ നോമ്പ് പറയോ, രക്തം കയറ്റാൽ നോമ്പ് പറയോ, ഷുഗർ പരിശോധിച്ചാൽ, അതൊക്കെ ഇൻഷാ അല്ലാഹ് സുബൈന്റെ ക്ലാസ്സിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് സുബൈൻ നശിന്റെ ക്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കണം. ഇപ്പം സമയം നീണ്ടുപോകും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, റമദാൻ പരിപൂർണമായി ഉപയോഗപ്പെടുത്തണം, വെട്ടിവെച്ച് ചെയ്യുക, എല്ലാവരുടെ സ്നേഹത്തോടെ പെരുമാറുക, അയൽവാസികളുടെ സ്നേഹത്തോടെ പെരുമാറുക. 30 ദിവസം എന്തെങ്കിലും ഒരു സ്വതക്ക നമ്മൾ കൊടുക്കുക കേട്ടോ. ഒരു 10 റുപ്യെങ്കിലും സ്വതക്ക വലിയ പുണ്യാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു, എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യം. എന്നും ഒരു 10 റുപ്യെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവുക. പാവങ്ങളെ സഹായിക്കുക, റമദാൻ ശരിക്കും ഉപയോഗപ്പെടുത്തണം, ഖുർആനായിട്ട് വലിയ ബന്ധം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ തറാവി നിസ്കരിക്കുകയാണ്. തറാവി നിസ്കരിക്കുമ്പോൾ തക്ബീർ കേട്ട് ഉടനെ തന്നെ ഓരോ 2 റക്അത്ത് തുടങ്ങുമ്പോൾ വജ്ഹത്ത് സുന്നത്തുണ്ട്. വജ്ഹത്ത് പൂർണ്ണമായിട്ട് ഓതാൻ പ്രയാസാണെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്ന് പറഞ്ഞാലും ദുആഉൽ ഇഫ്തിതാഹിന്റെ സുന്നത്ത് കിട്ടും. വജ്ഹത്ത് പൂർണ്ണമായിട്ട് ചെല്ലാൻ പ്രയാസാണെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്ന് പറഞ്ഞാലും മതി. മാക്സിമം നമ്മൾ ഇങ്ങനെ കോഴി കുത്തുന്ന നിസ്കാരം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വല്ല യസ്രിക്കു സ്വലാത്തു, നിസ്കാരത്തിൽ കക്ക് എന്ന പടച്ചോൻ പറഞ്ഞത്. കുറച്ചൊരു ഖുശൂഅോട് കൂടെ നമ്മൾ നിസ്കരിക്കുക. അതുകൊണ്ട് എല്ലാവരും നിസ്കാരത്തിലൊക്കെ എന്നും പങ്കെടുക്കണം. ഇന്നിപ്പോൾ പള്ളി നിറച്ച ആളുണ്ട്, എല്ലാ ജമാഅത്തിനും പങ്കെടുക്കുക. അതുപോലെ നോമ്പ് തുറപ്പിക്കുന്ന എല്ലാവരും സഹകരിക്കണം കേട്ടോ. മഗ്‌രിബിക്ക് പല യാത്രക്കാരുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഖൈറുകൾ. ആ 30 ദിവസം നോമ്പ് തുറക്കാൻ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണമെന്ന് പ്രത്യേകം ഉണർത്താണ്. അള്ളാഹു തആല നമ്മുടെ നിസ്കാരം നോമ്പൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തറാവീഹ് ആരംഭിക്കുകയാണ്. അല്ലാഹു തഖബ്ബൽ മിന്നാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.